കട്ടപ്പനയിൽ ഹോട്ടലിൽ സംഘർഷം. ഭക്ഷണം കഴിക്കാൻ എത്തിയവരും ഹോട്ടൽ ജീവനക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. കറി ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. അടുത്തുള്ള അമ്മാടി ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കഴിക്കാൻ പോയപ്പോൾ ഫാമിലി മൊത്തം ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു, 2 ടേബിളായിട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ ലേറ്റായി. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ ഏട്ടാ ലേറ്റ് ആകുന്നതെന്ന് ചോദിച്ചു. ആദ്യം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് പുള്ളി ചോറ് കൊണ്ടുവന്നു. രണ്ടാമത് നമ്മൾ ചോറ് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പാക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ടേബിളിൽ കിട്ടി, വാപ്പാക്കൊന്നും കിട്ടിയില്ല. ചോദിച്ചപ്പോഴത്തേക്കും നിക്ക് തൊലയാതെ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഒന്നും മിണ്ടിയില്ല. പുള്ളി തിരിച്ചെന്നിട്ട് ചോറ് കിട്ടാൻ വന്നപ്പോൾ ചേട്ടാ അതെന്ത് വർത്താനോ പറഞ്ഞതെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് നല്ലൊരു തെറിയും കൂടെ പറഞ്ഞു. അത് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പാനെ പറഞ്ഞത് ഞങ്ങൾ മക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റ് പോയി ചോദിച്ചു. അപ്പോഴും അടിയോ പിടിയോ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് ആൾക്കാരില്ല, അത് ഒച്ചപ്പാടും വെള്ളമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ പതുക്കെ വെളിയിലോട്ട് ഇറക്കി. വെളിയിലിറക്കി കൊണ്ടുപോയിട്ട് ഞങ്ങളെ തിരിച്ച് കയറി വന്നു. തിരിച്ച് കയറി കൈ കഴുകിയിട്ടില്ലായിരുന്നു. കൈ കഴുകാൻ വേണ്ടി കയറി വന്നാൽ ഉമ്മ അകത്തായിപ്പോയി. ഉമ്മാനെയും പിടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും അവർ ഷട്ടർ അടച്ച് അവിടുത്തെ കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു. എല്ലാവരും വലിച്ചു വാരടിച്ച് കുപ്പി ഗ്ലാസ് വെച്ച് എറിഞ്ഞ് ജഗ്ഗിനടിച്ച് എൻ്റെ തലയിൽ. ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഇപ്പം ഈ കേട്ട മർദ്ദനമേറ്റ യുവാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഏകപക്ഷീയമായി ഭക്ഷണം കഴിക്കാൻ എത്തിയവരോട് മോശമായി പെരുമാറി. അത് ചോദ്യം ചെയ്തപ്പോൾ ഷട്ടറൊക്കെ അടിച്ചു മർദ്ദിച്ചു എന്നാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചോ? എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? ആര്യ, ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ മൊത്തം 9 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 7 പേർ ഈ ഭക്ഷണം കഴിക്കാൻ എത്തിയവരാണ്. 2 പേർ ഹോട്ടലിലെ ജീവനക്കാരാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മ്ലാമല സ്വദേശി ഷംസും കുടുംബവും അവർ കട്ടപ്പനയിലെ ഒരു വസ്ത്രശാലയിൽ വിവാഹ വസ്ത്രങ്ങൾ എടുക്കുന്നതിനായി എത്തിയതാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഹോട്ടലിൽ കയറി. ഈ സമയം വലിയ തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. അപ്പോൾ ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട താമസവും അതോടൊപ്പം തന്നെ ഇവർ ആവശ്യപ്പെട്ട കറി തുടർച്ചയായി ആവശ്യപ്പെട്ടപ്പോൾ അക്കാര്യത്തിൽ ചില തർക്കങ്ങൾ ഇരു ഭാഗവും തമ്മിലുണ്ടായി. ഈ തർക്കമാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു. ആ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിലും ഇരു ഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മറ്റൊരാൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. അയാൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. മൊത്തം 9 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ സംഭവത്തിൽ പോലീസ് ഇരുവിഭാഗത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി.